അതൊരു വെള്ളിയാഴ്ച രാത്രിയായിരുന്നു. ഞാനും എന്റെ കൂട്ടുകാരൻ അർജുനും സെക്കൻഡ് ഷോ സിനിമ കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു. തിയേറ്ററിൽ നിന്ന് പുറത്ത് ബസ് സ്റ്റോപ്പ് എത്തിയപ്പോഴേക്കും അർദ്ധരാത്രി കഴിഞ്ഞിരുന്നു. ബസ്സുകളില്ല, ഓട്ടോറിക്ഷകളില്ല, വേറെ മനുഷ്യരാരുമില്ല. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് അവിടുന്ന് ഏകദേശം 6 കിലോമീറ്റർ ദൂരമുണ്ട്. ഞങ്ങൾ നടക്കാൻ തന്നെ തീരുമാനിച്ചു. ആ റോഡ് രാത്രിയിൽ വല്ലാതെ നിശബ്ദമാണ്. ഒരു വശത്ത് വിജനമായ പാടങ്ങൾ, മറുവശത്ത് അങ്ങിങ്ങായി നിൽക്കുന്ന മരങ്ങളും തകർന്ന മതിലുകളും. ഞങ്ങൾ മാത്രമായിരുന്നു ആ റോഡിൽ. ഏകദേശം 15 മിനിറ്റ് നടന്നു കാണും. പെട്ടെന്നാണ് ഞങ്ങൾ അത് കണ്ടത്. റോഡരികിൽ ഒരു നിഴൽ, നിലത്തിരിക്കുന്ന ഒരു നായയെപ്പോലെ തോന്നിയത്. ചുറ്റുമുള്ള ഇരുട്ടിനേക്കാൾ കറുത്തതായിരുന്നു ആ രൂപം. ഞങ്ങളുടെ നടത്തത്തിന്റെ വേഗത കുറഞ്ഞു. അർജുൻ വളരെ താഴ്ന്ന ശബ്ദത്തിൽ പറഞ്ഞു, "അതിനെ നോക്കണ്ട." ഞങ്ങൾ അത് ശ്രദ്ധിക്കാത്ത ഭാവത്തിൽ നടന്നു. അതിനടുത്തെത്തിയപ്പോൾ അത് ഞങ്ങളെ തന്നെ നോക്കി നിൽക്കുകയാണെന്ന് എനിക്ക് തോന്നി. കുറച്ച് ചുവടുകൾ കൂടി മുന്നോട്ട് വെച്ചപ്പോൾ ഞങ്ങൾ അത് കേട്ടു. ചിറകടിക്കുന്ന വലിയ ശബ്ദം. ഞങ്ങൾ രണ്ടുപേരും മുകളിലേക്ക് നോക്കി. ഞങ്ങളുടെ മുകളിൽ മരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആ ശബ്ദമുണ്ടാക്കാൻ അവിടെ ഒന്നുമില്ലായിരുന്നു. ഞങ്ങൾ തിരിഞ്ഞു നോക്കി. ആ നായ ഇരുന്ന സ്ഥലം ശൂന്യമാണ്. ഞങ്ങൾ നടത്തത്തിന്റെ വേഗത കൂട്ടി. പെട്ടെന്ന് ഞങ്ങൾ അതിനെ വീണ്ടും കണ്ടു. മറ്റൊരു കറുത്ത രൂപം. ഇത്തവണ ഒരു മതിലിന് മുകളിലാണ് അതിരിക്കുന്നത്. വീണ്ടും ഒരു നായയെ പോലെ തോന്നിക്കുന്ന രൂപം. പക്ഷെ അതിന്റെ കണ്ണുകൾ അവ ചുവന്നിരുന്നു. കത്തുന്ന കനൽ പോലെ മങ്ങിയ ചുമപ്പ്. ഇത്തവണ അതിന്റെ തല ചെറുതായി അനങ്ങി. അത് ഞങ്ങളെ പിന്തുടരുകയാണോ? എന്റെ നെഞ്ചിടിപ്പ് കൂടി. നടന്നു, നിർത്തണ്ട, ഞാൻ മന്ത്രിച്ചു. ഞങ്ങൾ ഓടിയില്ല, സംസാരിച്ചുമില്ല, വെറുതെ നടന്നുകൊണ്ടേയിരുന്നു. പിന്നെയും ആ ചെറുകടി ശബ്ദം കേട്ടു. ഇത്തവണ കൂടുതൽ അടുത്തും ഉച്ചത്തിലും. മുന്നിൽ വലിയൊരു മരമുണ്ടായിരുന്നു. അതിന്റെ ചില്ലകൾ നഖങ്ങൾ പോലെ റോഡിലേക്ക് നീണ്ടു നിൽക്കുന്നു. ഞങ്ങൾക്ക് അതിനടിയിലൂടെ കടന്നു പോയേ മതിയാകൂ. അതിന്റെ അടുത്തെത്തിയപ്പോൾ ഞാൻ ഒന്ന് പേടിച്ചു. കാരണം ആ മരച്ചില്ലയിൽ എന്തോ ഒന്നിരിക്കുന്നു, ഒരു നായയെ പോലെ. പക്ഷെ നായക്കൾ മരത്തിൽ കയറാറില്ലല്ലോ. അത് അവിടെ പതുങ്ങിയിരിക്കുകയാണ്. ഞങ്ങളെ തന്നെ നോക്കി. അതിന്റെ കൈകാലുകൾ വല്ലാതെ നീളം കൂടിയതായിരുന്നു. വായ ഒരു നായയുടെ പോലെ വലുതാണ്. അതിന്റെ കണ്ണുകൾ തിളങ്ങുന്ന ചുവപ്പ് നിറം. ഇത്തവണ ഞങ്ങൾക്ക് അതിന്റെ ശ്വാസോച്ഛ്വാസം കേൾക്കാമായിരുന്നു. ഒരു ചെന്നായെ പോലെ, വിശപ്പടക്കാൻ കാത്തിരിക്കുന്ന ഭീകര രൂപം പോലെ. ഒരു നായ എങ്ങനെ മരത്തിൽ കയറും? അർജുൻ വിറങ്ങലോടെ ചോദിച്ചു. ഞാൻ മറുപടി പറഞ്ഞില്ല. കാരണം അതിലും ഭീകരമായ മറ്റൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു. അതൊരു സാധാരണ നായേക്കാൾ എത്രയോ വലുതാണ്. ഞങ്ങൾ കൃത്യം ആ ചില്ലയുടെ താഴെ എത്തിയപ്പോൾ ആകാശത്തെ വെളിച്ചത്തിൽ എനിക്കതിന്റെ രൂപം വ്യക്തമായി കാണാമായിരുന്നു. പെട്ടെന്ന് അതിന്റെ പുറംഭാഗത്ത് നിന്ന് എന്തോ വിടർന്നു. ചിറകുകൾ, വവ്വാലിന്റെ ചിറകുകൾ പോലെ വലിയ ചിറകുകൾ. അതിന്റെ ശരീരം വികസിച്ചു. തല വിചിത്രമായ രീതിയിൽ ചരിഞ്ഞു. എന്നിട്ടത് ഒരു ശബ്ദമുണ്ടാക്കി. ഞങ്ങൾ ഓടി. ഞാൻ പിന്നിലേക്ക് നോക്കിയില്ല. ജീവനം കൊണ്ട് ഓടി. പിന്നിൽ ആ ചെറുകടി ശബ്ദം കൂടുതൽ അടുത്തേക്ക് വരുന്നു. പെട്ടെന്ന് അർജുന്റെ ഒരു നിലവിളി ഞാൻ കേട്ടു. എനിക്കൊരിക്കലും മറക്കാൻ കഴിയാത്തൊരു നിലവിളി. ഞാൻ ഒരു നിമിഷം തിരിഞ്ഞു നോക്കി. ഞാൻ കണ്ടു, അന്തരീക്ഷത്തിൽ ചിറകുകൾ വെളുത്തു നിൽക്കുന്ന ആ ഭീകര രൂപം അർജുനെ റാഞ്ചി എടുത്തുകൊണ്ടിരിക്കുന്നു. അടുത്ത നിമിഷം അവർ ഇരുട്ടിലേക്ക് മാറി. ഞാൻ ഓട്ടം നിർത്തിയില്ല. എത്ര നേരം ഓടിയെന്ന് എനിക്കറിയില്ല. എന്റെ കാഴ്ച മങ്ങി. ശരീരം തളർന്നു. ഞാൻ ബോധരഹിതയായി വീണു. കണ്ണു തുറക്കുമ്പോൾ നേരം വെളുത്തിരുന്നു. ചുറ്റും വെളുത്ത സീലിംഗും ആശുപത്രിയിലെ ഗന്ധവും. ഒരു പോലീസ് ഓഫീസർ എൻ്റെ അരികിൽ നിൽപ്പുണ്ടായിരുന്നു. റോഡരികിൽ ബോധരഹിതയായി കിടന്ന എന്നെ അവർക്ക് കിട്ടിയതാണ്. രക്തക്കറകളോ കാൽപ്പാടുകളോ ഒന്നുമില്ല. അർജുനെ മാത്രം കാണാനില്ല. അരികിലെ ടേബിളിലിരുന്ന പത്രത്തിൽ വാർത്തയുണ്ടായിരുന്നു. സിനിമ കഴിഞ്ഞ് മടങ്ങിയ യുവാവിനെ കാണാനില്ല. അതിൽ അർജുന്റെ ഫോട്ടോയുണ്ടായിരുന്നു. ആ ജീവിയെക്കുറിച്ച് ഞാൻ അവരോട് പറയാൻ ശ്രമിച്ചു. പക്ഷെ ഞാൻ ആ ഷോക്കിൽ എന്തൊക്കെയോ പറയുകയാണെന്ന് അവർ കരുതി. ഇപ്പോൾ 5 വർഷം കഴിഞ്ഞു. മൃതദേഹമോ തെളിവുകളോ ഒന്നുമില്ല. അതൊരു മിസ്സിംഗ് കേസായി മാത്രം അവശേഷിച്ചു. പക്ഷെ ഇന്നും എന്നെ പേടിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എല്ലാ വെള്ളിയാഴ്ച രാത്രിയിലും കൃത്യം 12 മണി കഴിയുമ്പോൾ എന്റെ വീടിന് പുറത്ത് ഞാൻ ആ ശബ്ദം കേൾക്കാറുണ്ട്. ചിലപ്പോൾ ധൈര്യം സംഭരിച്ച് ഞാൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കും. അപ്പോൾ ഇലക്ട്രിക് പോസ്റ്റ് മുകളിൽ ഒരു നിഴലിരിക്കുന്നത് കാണും. ആ ചുവന്ന കണ്ണുകൾ എന്നെ തന്നെ നോക്കിയിരിക്കുകയാണ്. അന്ന് രാത്രി അത് ഒരാളെ മാത്രമേ കൊണ്ടുപോയുള്ളൂ. ഇനി എന്റെ ഊഴമാണ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടോ? ഇതുപോലുള്ള കഥകൾ ഇനിയും കേൾക്കണമെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്.